ശംഖ് അരിയിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. ഇതേ വീഡിയോ തന്നെ 6 വർഷം മുന്നേ വൈറലായിരുന്നു. അന്നൊരു വീഡിയോ നമ്മൾ ഇറക്കിയതാണ്. പക്ഷെ ആ വീഡിയോ ശാസ്ത്രലോകം യൂട്യൂബ് ചാനലല്ല, മറ്റൊരു ചാനലിലായിരുന്നു. അത് കാരണം തന്നെ ഈ വീഡിയോയെ പറ്റി പെട്ടെന്ന് വളരെ ചുരുക്കി പറയാം. ആദ്യം നമുക്ക് ആ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങളൊന്ന് കാണാം. ഇവിടെ ഒരു അരിച്ചാക്കി, പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്കിനകത്ത് ശംഖ് വെക്കുന്നുണ്ട്. വലംബരി ശംഖാണെന്ന് തോന്നുന്നു. അതിനുശേഷം അതിലേക്ക് അരി ഇടുകയാണ്. ഏകദേശം ഈ ചാക്ക് മുഴുവൻ നിറച്ച് അരി ഇടുന്നുണ്ട്. ഇപ്പോൾ ശംഖുള്ളത് ഏകദേശം ഒരടിയെങ്കിലും താഴെയായിട്ടാണ്. ഇതിൽ പറയുന്നുണ്ട് 1 മിനിറ്റ് 52 സെക്കൻഡ് ആകുമ്പോൾ ഇത് പൊങ്ങി വരുമെന്ന്. അതുപോലെ തന്നെ 1 മിനിറ്റ് 52 സെക്കൻഡ് ആവുന്നതിന് മുന്നേ തന്നെ ശംഖ് മുകളിലേക്ക് എത്തുന്നുണ്ട്. മുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് കാണാം. Exactly in 1 minute 52 seconds, this thing has come up on its own. എന്താണ് യാഥാർത്ഥ്യം? ഈ വീഡിയോ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ശംഖ് ഈ ചാക്കിന്റെ അകത്ത് നിന്ന് കുത്തിപ്പൊക്കുകയാണ് ഒരു മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, ഈ ചാക്ക് വെച്ചതിന് ശേഷം ഈ ശംഖ് വെക്കുന്ന ഭാഗം കൃത്യമായിട്ട് തപ്പി നോക്കുന്നുണ്ട്. വീണ്ടും അയാൾ കൺഫേം ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ മെക്കാനിസം ഉള്ളത്. താഴെ നിന്നൊരു കമ്പി പൊങ്ങി വരുന്നതാവാം. ഇവിടെ ചുറ്റും നോക്കിയാൽ നമുക്ക് കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന മണ്ണ് കാണാം. കാരണം അവിടെ എന്തോ കുഴിച്ചതിന് ശേഷമാണ് ഈ മെക്കാനിസം അവിടെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം അവർ ഇത് പുറത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ പെഡൽ വഴി മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്ത് ഈ കമ്പി മുകളിലേക്ക് പൊങ്ങി വരും. ഇവിടെ നോക്കിയാൽ കാണാം, പ്ലാസ്റ്റിക്കിന്റെ ചാക്കാണ്. അത് കാരണം തന്നെ ഒരു കുടക്കമ്പിയുടെ അത്ര വലിപ്പമുള്ള ഒരു കമ്പി ഈ പ്ലാസ്റ്റിക് ചാക്ക് തുളച്ചു വരും. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ ട്രിക്ക്. ഒരുപക്ഷെ ഈ ശംഖ് വിൽപ്പനയ്ക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥലമായിരിക്കാം അത്. ഒരുപക്ഷെ കന്യാകുമാരിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ബീച്ചിനടുത്തുള്ള സ്ഥലമായിരിക്കാം. ശംഖ് വിൽപ്പനയ്ക്കുള്ള ഷോപ്പിന്റെ അടുത്തുള്ള ഭാഗമായിരിക്കാം ഇത്. ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പാണിത്. മാജിക് എല്ലാം കാണിക്കുന്നത് പോലെ ഉപകരണങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ ട്രിക്ക്. ഇനി ഇതേപോലുള്ള മറ്റു ചില വീഡിയോസും ഉണ്ട്. അതിൽ കാണുന്നത് പരന്ന പ്രതലത്തിൽ ചില ടൈൽസിന് മുകളിലോ അല്ലെങ്കിൽ തുണിയുടെ മുകളിലൊക്കെ വെച്ചതിന് ശേഷം ഈ ശംഖിന് മുകളിൽ അരി ഇടുന്നതാണ്. ഇവിടെ മറ്റൊരു ട്രിക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ശംഖ് മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല, പകരം ഈ ശംഖിന് മുകളിൽ ഇട്ടിരിക്കുന്ന അരി താഴത്തേക്ക് തെന്നി മാറുകയാണ്. ഇവിടെ അരിയിൽ നോക്കി കാണാം, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിന്റെ ട്രിക്ക്, ഈ ശംഖിനകത്ത് ഒരു ചെറിയ വൈബ്രേറ്റർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വൈബ്രേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഇതിന് മുകളിലുള്ള അരി സൈഡിലേക്ക് തെന്നി മാറുന്നതാണ്. നോക്കി, ഇവിടെ അരിയിൽ കൃത്യമായിട്ട് ഈ വൈബ്രേഷൻ കാണും. അപ്പോൾ ഈ 2 വീഡിയോയിൽ 2 ട്രിക്കാണ്. ചാക്കിനകത്ത് ശംഖ് ഒളിപ്പിച്ച വീഡിയോയിൽ താഴെ നിന്ന് ഒരു മെക്കാനിസം ഈ ശംഖിനെ പൊക്കി മുകളിലേക്ക് കൊണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടത് ഒരു വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് ശംഖിന് പുറത്തുള്ള അരി വൈബ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത് വിശ്വസിച്ചിരുന്ന ആളുകൾ ജനറലായിട്ട് മനസ്സിലാക്കാനുള്ളത്, ശംഖ് എന്ന് പറയുന്നത് സാധാരണ കക്ക പോലെയോ അല്ലെങ്കിൽ ഞവണിക്ക പോലെയോ കല്ലുമേക്കായ് പോലെയുള്ള ഒരു ജീവിയുടെ പുറന്തോട് മാത്രമാണ്. അത് ഇടംപിരി ശംഖായാലും വലംപിരി ശംഖായാലും. നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ ശംഖിനൊരു വലിയ പ്രാധാന്യമുണ്ട്. പണ്ടല്ല, യുദ്ധങ്ങൾക്ക് മുന്നേ ഈ ശംഖ് ഊതുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അമ്പലങ്ങളിൽ ശംഖ് വിളിക്കാറുണ്ട്. അത് കാരണമായിരിക്കും ഈ ശംഖ് ഒരു വിശിഷ്ട വസ്തുവായിട്ട് ആളുകൾ കരുതുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലുള്ള ശംഖ് വിശ്വസിച്ച് വാങ്ങുന്നത്. ആക്ച്വലി ഇത് വലിയൊരു ബിസിനസ് മാഫിയയാണ്. ഇതുപോലുള്ള ശംഖ് വിൽക്കുന്നത് 1 ലക്ഷം രൂപ മുകളിലേക്കാണ്. ഇനി ഇത് വാങ്ങിക്കൊണ്ടു പോകുന്ന ആളുകൾ വീട്ടിൽ വെച്ച് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സത്യം ബോധ്യമാവും. പക്ഷെ അവരാരും ടെസ്റ്റ് ചെയ്യില്ല. കാരണം അതുപോലെ അത്ര ബുദ്ധിമാന്മാരാണല്ലോ ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. ഇത് ശംഖ് വിൽപ്പനയിലുള്ള ഒരു ബിസിനസ് ട്രിക്കാണ്, ബിസിനസ് തട്ടിപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.